ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് ബെൻഹിലാണ്. നമ്മുടെ മാടത്തിലുള്ള ബെൻഹിൽ സ്കൂളിലാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിലൊരു ഷോർട്ട് ഫിലിം കണ്ടു, ചലനം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫിലിം വളരെ ഭംഗിയായിട്ടാണ് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ മൊത്തം, അതിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങളാണേലും അഭിനയത്തിലാണേലും ഒക്കെ നല്ല ഒരു കഥയും തിരക്കഥയും ഒക്കെയാണ് അതിന് കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ അത് ബെൻഹിൽ സ്കൂളിലെ പ്രിൻസിപ്പാളും അതേപോലെ തന്നെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ഒക്കെ ചേർന്ന് ഒരു കൂട്ടായ്മയിൽ ഉണ്ടാക്കിയ ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഹ്രസ്വ ചിത്രമാണ് നമ്മുടെ ചലനം എന്ന് പറയുന്ന ആ ഒരു ഹ്രസ്വചിത്രം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചലനത്തിൻ്റെ ചെറിയ ആ ഷോർട്ട് ഫിലിമിൻ്റെ ചെറിയ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. അവിടെ നിക്കടാ, എന്റെ പേഴ്സതാ, നിക്കടാ. കാണിച്ചേ. നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ നല്ല വിചാരിച്ചേ. പഠിക്കേണ്ട സമയത്ത് ഒരു തോന്നസായിട്ട് അവനെ കൂടുതൽ അറിഞ്ഞാൽ അവനോട് കൂടുതൽ കരുണയും സ്നേഹവും ഉണ്ടാകും. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കൗമാരക്കാരനാണവൻ. അപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് കണ്ടത്. ഇത് ഒരുക്കിയത് നമ്മുടെ ബെൻഹിൽ സ്കൂളിലെ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റാഫും ഒക്കെയാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരുപാട് മെസ്സേജുകളൊക്കെ നൽകുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് നമ്മുടെ ഈ ചലനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. വളരെ ഭംഗിയായി അത് ഫെബ്രുവരി 1-ാം തീയതി തന്നെ അത് റിലീസ് ചെയ്തു. ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ആ പിന്നണിയിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് തന്നെ നമുക്ക് അച്ഛനോട് തന്നെ ചോദിച്ചറിയാം. അച്ഛനാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണ സംവിധാനം ഒക്കെ ചെയ്തിരിക്കുന്നത്. അച്ഛാ, വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ചലനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. ഏകദേശം ഒരു 20 മിനിറ്റോളം ഉണ്ട്, ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ എങ്ങനെ? പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. ചലനം അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മനുഷ്യരുടെ മനസ്സിലെ ചിന്തകളിലുള്ള മാറ്റങ്ങൾ, പക്ഷിമൃഗാദികളിലുള്ള മാറ്റങ്ങൾ, അങ്ങനെ ഉള്ള ഒരു മാറ്റമാണ് തുടക്കം തൊട്ട് അതിൻ്റെ അവസാനം വരെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ അതിൽ അവതരിപ്പിക്കുകയാണ്. ഈ സിനിമ വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ദുരന്തം അനുഭവിച്ചവർക്ക്, മരണമടഞ്ഞവർക്ക് അവരോട് അനുശോചനം അറിയിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അവർക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണിത്. ഇതിൻ്റെ ശരിക്കുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എഡിറ്റ് ചെയ്ത സുബിൻ ചേട്ടനും ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമേ അറിയത്തുള്ളായിരുന്നു അതിനെ കഥയെക്കുറിച്ച്. ഓരോ ഭാഗം അഭിനയിക്കുമ്പം കുട്ടികളോട് അല്ലെ അധ്യാപകരോട് ഇന്ന ഭാഗം അഭിനയിക്കാൻ പറയും. ഏറ്റവും അവസാനം എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സ്ക്രീനിൽ വന്നപ്പോഴാണ് ഇതെന്താണ് കഥ എന്ന് എല്ലാവർക്കും മനസ്സിലായത്. ഇതൊരു സസ്പെൻസായി വെച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണിത്. സാങ്കേതിക വിദ്യകളുടെ സഹായം ഒന്നുമില്ലാതെ അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ വളരെ ചുരുങ്ങിയ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കഥ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. എത്ര ദിവസം കൊണ്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിട്ടതിന് ശേഷം 1.5 മണിക്കൂർ 2 ദിവസം വീതം എടുത്തു. അതോടൊപ്പം തന്നെ അതുകൂടാതെ അതിനു മുമ്പായിട്ട് 2 ദിവസം സ്കൂളിൽ വെച്ച് ഷൂട്ടിംഗ് നടന്നു. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അച്ഛനാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും ഷോർട്ട് ഫിലിമുകളോ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഞാൻ മുൻപുണ്ടായിരുന്ന വിദ്യാലയത്തിൽ കഥകൾ പറഞ്ഞു കൊടുത്ത് അധ്യാപകരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഈ സ്കൂളിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത്. കലാകാരന്മാരുടെ കൂട്ടത്തിലൊക്കെ പല സമയങ്ങളിലും ഷൂട്ടിംഗ് സൈറ്റുകളിലൊക്കെ പോയി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നേരിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ അഭിനയം, അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും അതിൻ്റെ പിന്നണിയിലൊക്കെ ഉള്ളവരുടെയൊക്കെ ആ ഒരു പ്രകടനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെയും അഭിനയം എല്ലാം സൂപ്പറായിരുന്നു. ഒത്തിരി കഴിവുള്ള അധ്യാപകരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും നമ്മുടെ വിദ്യാലയത്തിലുണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങി പുറപ്പെടാത്തത് കൊണ്ട്
അവരുടെ കഴിവുകളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമുക്കത് സാധിച്ചു. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിക്കുകയും നല്ല റെസ്പോൺസാണ് വ്യൂവേഴ്സിൻ്റെ അടുത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് നമ്മുടെ ഈ ചലനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. നമ്മുടെ ചൂരൽമലയിലെ ആ വലിയ ഒരു ദുരന്തം ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ടീച്ചേഴ്സൊക്കെയാണ്. ഇതിനെ പ്രധാന കഥാപാത്രം ചെയ്ത ആളാണ്. എന്താ മോൻ്റെ പേര്? ഡേവിഡ്. അപ്പോൾ ഡേവിഡ് എങ്ങനെ ഉണ്ടായിരുന്നു മോൻ്റെ കഥാപാത്രം അതുപോലെ തന്നെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടായിരുന്നു. മോൻ്റെ അഭിനയമൊക്കെ കണ്ട് ഈ ഷോർട്ട് ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള വീട്ടുകാരുടെയും നാട്ടുകാരുടെ ഒക്കെ അഭിപ്രായം എങ്ങനെ? നന്നായിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. എങ്ങനെ ഈ ഡയറക്ഷനൊക്കെ ഇങ്ങനെ അഭിനയമൊക്കെ പറഞ്ഞു തരുമ്പോൾ ഉണ്ടായിരുന്നു മോൻ്റെ അനുഭവം? സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. പത്രമൊക്കെ ഇടാൻ പോകാറുണ്ടോ? ഞാൻ പത്രം വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഭാവിയിൽ നമ്മുടെ അറിയപ്പെടുന്ന നല്ലൊരു കലാകാരനായി തീരേണ്ട, നല്ലൊരു ബെസ്റ്റ് ആക്ടറൊക്കെ ആയി തീരേണ്ട ഒരു മകനാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ചലനം എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു കഥാപാത്രം ചെയ്ത ഒരാളുണ്ട് ഇവിടെ, PT സാറാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഒരുപാട് PT വർക്കൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് ഷോർട്ട് ഫിലിം ഉണ്ടോ? സാറിൻ്റെ പേര്? എൻ്റെ പേര് അഫിൻ തോമസ്. നാട്? ഞാൻ ഉളിക്കലിലാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ പ്രകടനവും കാര്യം? ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എപ്പോഴും അഭിനയിക്കുമ്പോൾ അച്ഛൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. എന്തായാലും അതിന് സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം തന്ന സ്കൂളിനോടും പ്രിൻസിപ്പളോടും നന്ദി പറയുന്നു. വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇനിയും ഇങ്ങനെ അവസരങ്ങൾ കിട്ടട്ടെ, പുതിയ പുതിയ ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാകട്ടെ എന്ന് അച്ഛനോട് ചോദിക്കുന്നു. ഒരു ഷോർട്ട് ഫിലിമുകളിൽ നിന്ന് മാറി ഒരു സിനിമയിലേക്ക് തന്നെ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സാറിൻ്റെ പേര്? ഷനോജ്. കാക്കയങ്ങാടാണ് വീട്. നമ്മുടെ ഈ ഒരു വർക്ക് എങ്ങനെ, ഇതിൻ്റെ ഏത് ഭാഗത്ത്? ഞാൻ കണ്ടക്ടറായിട്ടാണ് ഇത് വേഷം ചെയ്തത്. ചെറിയൊരു വേഷം കണ്ടക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തു. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ടത്. ഇതിനു മുന്നേ ഞാനൊരു 5-6 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 3 സിനിമ ഓൾറെഡി ഇറങ്ങി. ഒരു ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത നോൺസെൻസ് എന്ന് പറഞ്ഞൊരു ഫിലിം, പിന്നെ ഒരു ബ്ലാക്ക് മാൻ നെല്ലിമരം, അത് പ്രോഗ്രസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരു കന്നഡ ഫിലിം ഉണ്ടായിരുന്നു, അതും ഇറങ്ങിയതാണ് മുന്നേ. അങ്ങനെ ചെയ്തു. കലാകാരനാണ്. അപ്പോൾ കന്നഡ ഏത് വേഷമാണ് ചെയ്തത്? കന്നഡയിലൊരു കന്നഡ പോലീസുകാരനായിട്ടാണ് ചെയ്തത്. ഒരു 2 ഡയലോഗ് നമുക്ക് വേണ്ടി പറയാം? ഇല്ല, ഡയലോഗ് അവർ പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പാട്ട് പാടുമോ? ചെറുതായിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ചലനം എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഈ ആഘോഷവേളയിൽ നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി കവിതയാണ് ഞാൻ സാധാരണ പാടാറ്. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിൽ, ആരാകിലും നല്ലതെന്നുത്തരം. തൽക്കാലം ഇത്ര മാത്രമേ പാടുന്നുള്ളൂ. കാരണം നമ്മളോട് ചോദിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് എവിടെയാണെങ്കിലും നിങ്ങൾ നന്നായിരിക്കുക. ഓക്കെ, താങ്ക് യു. സാറിൻ്റെ പേര്? തോമസ് MF. സാറിൻ്റെ നാട്? നെല്ലിക്കാമ്പൊയിലാണ്. അതെ. അപ്പോൾ എല്ലാവരും വിളിക്കൽ നെല്ലിക്കാമ്പൊയിൽ ഈ അടുത്ത ചുറ്റുപാടുകളുള്ളവരാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിം, അതുപോലെ തന്നെ ഇതിനകത്തെ അഭിനയം കാര്യങ്ങളൊക്കെ കുട്ടികളുടെ? നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ എനിക്ക് കിട്ടിയത് വളരെ ചെറിയൊരു റോളാണ് കിട്ടിയത്. ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരാളുടെ റോളാണ് കിട്ടിയത്. പിന്നെ അത് ഈ കഥയെക്കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ല. ശരിക്കും നമുക്ക് തരുന്ന റോൾ നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം അവസാനം ഇത് റിലീസ് ചെയ്ത് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു കഥയാണെന്ന് മനസ്സിലാവുന്നത്. അതെ. ഇതിനകത്ത് അഭിനയിച്ചവർക്ക് ഇതിന്റെ കഥ എന്താണെന്ന് അറിയില്ല, ആരോടും പറഞ്ഞിരുന്നില്ല. ഷോട്ടിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട്. അപ്പോൾ ഇതിനകത്ത് അഭിനയിച്ച ഒരുപാട് മക്കളൊക്കെ ഉണ്ട്. മക്കളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ മുമ്പ് നമുക്ക് കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. ഇതിന് എഡിറ്റർ അല്ലേ? എഡിറ്റർ ക്യാമറ ചെയ്ത് എല്ലാം ഞാൻ തന്നെയാണ്. എഡിറ്ററും ക്യാമറയും ചെയ്തല്ലേ? എന്താ പേര് സാറിന്? എൻ്റെ സുബിൻ എന്നാണ്. സുബിൻ. ഇവിടെ നാട്? എൻ്റെ ഇരട്ടിയിൽ ഓഫീസുണ്ട്. പിന്നെ നാട് രണ്ടാങ്കടമാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചലനം എന്ന ഷോർട്ട് ഫിലിം? ഇത് കുറച്ച് സമയം കൊണ്ട് മേക്ക് ചെയ്തൊരു സാധനമാണ്. അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും എഡിറ്റിങ്ങും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത്രയും നല്ലൊരു വലിയൊരു സംഭവം ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രയത്നിച്ചുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ആയത്. പിന്നെ എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇതിനുമുമ്പ് വേറെ വർക്കുകൾ ചെയ്യുന്നുണ്ട്? ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആഡ് ഫിലിമൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് വന്ന ഒരു സംഭവമായിരുന്നു ഇത്. എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ധാരണ നിൽക്കുമ്പോഴാണ് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. ആൾക്കാർ നല്ല റെസ്പോണ്ടൊക്കെ തരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്, ചെയ്യാൻ പറ്റി. ഗംഭീരമായിരുന്നു. നല്ല ഒരു വർക്ക് തന്നെയായിരുന്നു. ഓക്കെ, ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ടീച്ചേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ് ടീച്ചർ. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചലനം ഷോർട്ട് ഫിലിമിൻ്റെ ഈ അഭിനയത്തിലോ അതിനകത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ? സ്റ്റാഫ് റൂമിലൂടെ ഒന്ന് നടക്കുന്നതായിട്ടുള്ളൊരു ചെറിയ റോളാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ പ്രധാന കഥാപാത്രമായ ഹരിതാമസിൻ്റെ കൂടെ സ്റ്റാഫ് റൂമിലൂടെ ഒന്ന് നടന്നു. അപ്പം അത് ഒരു സിനിമയുടെ ഭാഗമാണ് എന്ന് അതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്.
കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ. സന്തോഷം. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ കഥാപാത്രത്തിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. അതെ 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 എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? വളരെ സന്തോഷമുണ്ട്. അതിൽ ആ കഥാപാത്രമായിട്ട് എന്താ പറയുക, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നശിച്ചു പോകുന്ന ആ ഒരു ഫീലിംഗ് എപ്പം കാണുമ്പോഴും കരഞ്ഞു പോവുകയാണ്. കാരണം അതൊരു വിഷമം നമുക്കും ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. ഈ കഥ പറഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് അഭിനയിക്കാൻ പറ്റുമെന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു? അച്ഛൻ പറഞ്ഞു തന്നു. അച്ഛൻ എന്തൊക്കെ രീതിയിൽ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് ഡയറക്റ്റ് തന്നു എനിക്ക്. അപ്പം അതുപോലെ ചെയ്യാൻ പറ്റി. ഈ കഥ എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഓരോ 2 ദിവസം കൊണ്ട് ചെയ്തു. പക്ഷേ ആ സമയത്ത് പറഞ്ഞു തന്നത് ചെയ്തു. സ്ക്രീനിൽ വരുമ്പോഴാണ് ഇതായിരുന്നു എന്ന് കണ്ണ് നിറഞ്ഞു പോയി കണ്ടപ്പോൾ. വളരെ സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇത് കണ്ടിട്ട് നമ്മുടെ നാട്ടുകാരുടെ അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ? നാട്ടുകാരെല്ലാവരും പറയുന്നത്, എല്ലാവരും മെസ്സേജ് അയക്കുന്നത് കണ്ണ് നിറഞ്ഞു പോയി, എല്ലാവരും പൊട്ടിക്കരഞ്ഞിട്ട് ഒരു കമൻ്റ് ഇടാൻ വരെ ടൈം കിട്ടിയില്ലെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അവസാനം ഇത് ചൂരൽമലയിലെ ആ ഒരു ബന്ധത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അഭിനയിക്കുമ്പോൾ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഏതോ വെള്ളത്തിലാണ് ഇതെല്ലാം ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇത്രത്തോളം ഇത് എന്താ പറയുക നമുക്കറിയില്ല. ഭയങ്കര സന്തോഷവും അതോടൊപ്പം തന്നെ സങ്കടവുമായി. കലാകാരിയാണ്. ഇതിനു മുമ്പ് വരെ അഭിനയിച്ചിട്ടുണ്ടോ? ഒരു കർണിക ഫിലിമിൽ ചെറിയൊരു ഭാഗം ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ പാടുമോ? പാട്ടൊന്നും പാടിയല്ല. അപ്പോൾ പാട്ട് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അടുത്ത ടീച്ചറുണ്ട്. ടീച്ചറുടെ പേര്? മെർലിൻ. മെർലിൻ. നാട് എവിടെയാണ്? എൻ്റെ വീട് എടൂരാണ്. എടൂരാണ്. എങ്ങനെയുണ്ട്? ഇതിനകത്ത് ഏത് കഥാപാത്രമാണ് ചെയ്തത്? ഞാൻ ബോബി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വഴക്ക് പറയുന്ന ഒരു ടീച്ചറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ അഭിനയിച്ചു വഴക്ക് പറയുന്ന ഭാഗം അതേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫെബ്രുവരി 1 ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുമ്പോഴാണ് ഇത് ഇങ്ങനൊരു വയനാട് ദുരന്തത്തോട് കണക്ട് ചെയ്യപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു എന്ന് അറിഞ്ഞത്. അപ്പം ഭയങ്കര സന്തോഷം തോന്നി. കണ്ടപ്പം ഭയങ്കരമായിട്ട് നന്നായിട്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ആ ദുരന്തത്തോട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് പെട്ടെന്ന് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു മൂവി ഒരുപാട് അധ്യാപക സമൂഹത്തിനാണേലും വിദ്യാർത്ഥി സമൂഹത്തിനാണേലും ഒരുപാട് മെസ്സേജുകൾ നൽകുന്ന ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം തോന്നി. കലാകാരിയാണോ? കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? കലോത്സവത്തിന് സ്കൂൾ സമയത്തൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഏത് ഐറ്റങ്ങളിലൊക്കെയാണ്? കഥാപ്രസംഗമൊക്കെ ചെറുതായിട്ട്. അങ്ങനെ പാട്ടൊന്നും പാടില്ല. ഓക്കെ, ആയിക്കോട്ടെ. എന്താ ടീച്ചറുടെ പേര്? ഷീജ. ഷീജ ടീച്ചർ. എവിടെ നാട്? പയഞ്ചേരി. ഇതിനകത്ത് ഏത് കഥാപാത്രമാണ് ചെയ്തത്? ഇതിനകത്ത് ഒരു ടീച്ചറിൻ്റെ ഒരു ചെറിയ റോള്. എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ നന്നായിരുന്നു. നല്ല ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് നിമിഷം ഈ കഥയെപ്പറ്റി അറിയുന്ന കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ലാസ്റ്റ് പിന്നെ കണ്ണ് നിറഞ്ഞുപോയി. എന്താണ് നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് കാണണം. ഇനിയും എല്ലാവരും കാണണം. നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ. എന്താ ടീച്ചറുടെ പേര്? എൻ്റെ പേര് ഹരിത. എൻ്റെ വീട് ഇരിട്ടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ചലനം? ഏത് കഥാപാത്രമാണ്? ഞാൻ ബോബിയുടെ ടീച്ചറായിട്ടാണ് ഇതിൽ ആക്റ്റീവ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്ന ഒരു ടീച്ചറാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഈ മുണ്ടയ്ക്ക് ഈ ചുരൽമല ദുരന്തത്തിനപ്പുറം അതുപോലെ തന്നെ ആ ഒരു തീവ്രതയോടുകൂടി തന്നെ ഒരു വിദ്യാർത്ഥിയെ അധ്യാപിക എന്ന രീതിയിലുപരി അവരെ മനസ്സിലാക്കുക എന്നതും ആ ഒരു മെസ്സേജും കൂടി ഈ ഒരു ഹ്രസ്വചിത്രത്തിന് അച്ഛൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വളരെ സാങ്കേതികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ കുറച്ച് ദിവസം കൊണ്ട് അച്ഛനെടുത്ത ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ ശരിക്കും നമ്മളെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് വലിയ പ്രൗഡ് മൊമെൻറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ആക്ച്വലി എൻ്റെ ഇത് 4ാമത്തെ ഷോർട്ട് ഫിലിമാണ്. അപ്പം ഫസ്റ്റ് കോളേജ് ലെവലിൽ ഉണ്ടായത്. പിന്നെ കൊറോണ സമയത്ത് ഒരു വാക്ക് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അടുത്ത സിനിമയിലേക്കാണ്? അങ്ങനെയൊന്നുമില്ല, നോക്കാം ഇങ്ങനെയൊക്കെ. ഓക്കെ. അപ്പോൾ ചെറിയ ഷോർട്ട് ഫിലിമുകളിൽ തുടങ്ങി അത് സിനിമയിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൽ ഒരു മെയിൻ കഥാപാത്രം ചെയ്ത ഒരു മോളും കൂടി ഉണ്ട്. എന്താ മോളെ പേര്? ആൻഡ്രിയ. ക്ലാസ്സിലാ? 6ാം ക്ലാസ്സിലാണ്. മോളെ വീട് എവിടെയാ? കോളിക്കടവ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചലനം ഷോർട്ട് ഫിലിം? സൂപ്പറായിരുന്നു. അവസാനം കരഞ്ഞു പോയി. കഥയൊന്നും അറിയില്ലായിരുന്നു. അച്ഛനൊരു റോള് പറഞ്ഞു, അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സിനിമ റിലീസായി കഴിയുമ്പോൾ ഭയങ്കര കരച്ചിൽ വന്നു അവസാനം. ഞാൻ വിചാരിച്ച ആദ്യം ഈ കഥാപാത്രത്തിൽ ഓട്ടിസം ബാധിച്ച കൊച്ചല്ലേ, അപ്പോൾ കൂട്ടുകാർ കളിയാക്കുന്നതായിരുന്നു. പക്ഷെ കഥ കഴിയുമ്പോൾ എല്ലാവരും അടിപൊളിയാന്ന് പറഞ്ഞത്. സർപ്രൈസ് ആയിപ്പോയി എല്ലാവർക്കും. എനിക്ക് എയർ ഹോസ്റ്റ് ആവാനാണ് ഇഷ്ടം. അങ്ങനെയൊന്നുമില്ല. എൻ്റെ അമ്മയാണ് അതിൻ്റെ അകത്ത്. എൻ്റെ അമ്മയായിട്ട് തന്നെ അഭിനയിച്ച സിനിമേൻ്റെ അകത്ത്. അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലേ? അമ്മയും മോളും നല്ല കഥാപാത്രം ചെയ്തു. ഗംഭീരമായി. പാട്ട് പാടും മോള്? ഇല്ല.
ഓക്കെ, അപ്പോൾ മോൾക്ക് എല്ലാവിധ ആശംസകൾ ഏജൻറ്റ് നേരുകയാണ്. നല്ല ഈ ചലനം എന്ന മൂവിയിൽ നല്ലൊരു കഥാപാത്രമാണ് മോള് ചെയ്തിരിക്കുന്നത്. നല്ല കണ്ണ് നനയ്ക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ചലനം മൂവിയിൽ കുറച്ച് വിദ്യാർത്ഥികൾ ഗംഭീര പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. നല്ല ഒന്ന് പരിചയപ്പെടാം നമുക്ക്. എന്താ മോൻ്റെ പേര്? ആദിത്ത്. ഏത് കഥാപാത്രമാണ്? ഞാൻ ഡബ് ചെയ്യായിരുന്നു ഇവൻ്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ബെൻഹിൽ സ്കൂളിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. മോനെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9ാം ക്ലാസ്സിൽ. എങ്ങനെയുണ്ടായിരുന്നു ചലനം നമ്മുടെ ഷോർട്ട് ഫിലിം? നല്ലതായിരുന്നു. എല്ലാവരും നല്ലത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ഡബ് ചെയ്യാനൊന്നും അറിയത്തൊന്നുമില്ല. സാറ് പറഞ്ഞ പോലെ എല്ലാം ചെയ്തു, അത്രേ ഉള്ളൂ. ഡബ്ബിങ് അനുഭവം എങ്ങനെ? നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലിപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടിയോ? TV ഒക്കെ നോക്കി ഹെഡ്ഫോണൊക്കെ വെച്ച്. അനുഭവം എങ്ങനെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഗംഭീരമായിരുന്നു. ഭാവിയിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവോ? എനിക്കറിയത്തില്ല. ഇവര് പറഞ്ഞ പോലെ ചെയ്തു. എൻ്റെ എഞ്ചിനീയർ. അപ്പോൾ ഭാവിയിലെ ഒരു എഞ്ചിനീയർ, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് നമ്മുടെ മകൻ. എന്താ മോൻ്റെ പേര്? ആൽവിൻ. എങ്ങനെ മോനേത്? ഞാൻ വില്ലൻ റോളായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ കളത്തരം കണ്ടുപിടിക്കാൻ നടക്കുന്നൊരു കുട്ടി ആയിട്ട് അഭിനയിച്ചത്. വില്ലനാണ് നമ്മുടെ ചലന മൂവിയിലെ വില്ലനാണ്. മോൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10ാം ക്ലാസ്സിൽ. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? നല്ലതായിരുന്നു. എല്ലാവരും നല്ല തന്നെ പറഞ്ഞത്. എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് കഥയൊന്നും അറിയില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ്, സസ്പെൻസ് ആക്കി വെച്ചതായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഷോർട്ട് ഫിലിം മൊത്തത്തിൽ കണ്ടപ്പോൾ മോൻ്റെ കണ്ടപ്പോൾ നല്ല അനുഭവം, വിഷമം തോന്നി. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്കൊരു സന്തോഷം തോന്നി. ഇങ്ങനെയൊരു ചെയ്യാൻ അവസരം കിട്ടിയതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. എന്താ മോൻ്റെ പേര്? എയ്ഡൻ. ഇത് ഓഫ് സ്ക്രീൻ തന്നെ ഡബ്ബിംഗ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? കൊള്ളായിരുന്നു. അടിപൊളി. എന്താണ് മോൻ്റെ അംബിഷൻ? ഡോക്ടർ MBBS. അടുത്ത ഡോക്ടറാണ്. എന്താ മോൻ്റെ പേര്? ചാൾസ്. ഞാൻ സഹപാഠി കൂട്ടുകാരൻ. എങ്ങനെ ഉണ്ടായിരുന്നു കഥാപാത്രം? നല്ല ഇവൻ്റെ കൂടെ തന്നെ ഒരു വില്ലൻ വേഷമായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ബെൻഹിൽ സ്കൂളിലെ 2 വില്ലന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ഈ ഷോർട്ട് ഫിലിം മൊത്തത്തിൽ കണ്ടപ്പോൾ? സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കൂട്ടായ്മയിൽ ഒരു കൊച്ചു സിനിമ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഫാദറുടെ നേതൃത്വത്തിൽ എല്ലാം നല്ല ഭംഗിയായി പോയി. കണ്ടപ്പോൾ വളരെ സന്തോഷം. ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലേ? അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് നല്ലൊരു ഷോർട്ട് ഫിലിം ബെൻഹിൽ സ്കൂളിൽ ചെയ്യട്ടെ എന്ന് ആവശ്യം. എല്ലാവരും മാറിയിരിക്കുന്നത്. എന്താ മോൻ്റെ പേര്? അമീൻ. ഏതാ കഥാപാത്രം ചെയ്തത്? ഞാൻ ഇവൻ്റെ കൂടെ ഫ്രണ്ടായിട്ട്. നീയും വില്ലനായിരുന്നു അല്ലേ? എൻ്റെ കള്ളത്തരൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? മോൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇരിട്ടി, വള്ളിയാട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ അതിൻ്റെ അനുഭവം? സൂപ്പറാണ്, ഗംഭീരം. എന്താ മോൻ്റെ പേര്? റോഷിക് തോമസ്. എവിടെ വീട്? എടൂര്. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ ചലനം മൂവി? എല്ലാവരും ഇങ്ങോട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ലൊരു എക്സ്പീരിയൻസ് തോന്നി. ലാസ്റ്റത്തെ ആ ചുരൽമലയിലെ സംഭവമൊക്കെ കണ്ടപ്പോൾ മോൻ്റെ മനസ്സിൽ തോന്നിയത് എന്താ? വയനാടായിരുന്ന സംഭവങ്ങളും അവർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തതാണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഗംഭീരമായിരുന്നു. സാറിൻ്റെ പേര്? വിനോദ്. നെല്ലിക്കാമ്പൊയിലാണ് നമ്മൾ. ഓക്കെ, അത് കാസ്റ്റ് ചൂസ് ചെയ്യുക, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുക എന്നുള്ളൊരു ചെറിയ റോള് അതാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചൂസ് ചെയ്ത റോളുകളെല്ലാം വളരെ മനോഹരമായിട്ട് സ്ക്രീനിൽ വന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കുട്ടികളെ നമുക്ക് നന്നായിട്ട് റോള് പറഞ്ഞു കൊടുത്ത് ചെയ്തപ്പം വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇവരുടെയൊക്കെ എല്ലാ പെർഫോമൻസിനും ഒത്തിരി സന്തോഷമുണ്ട്. വളരെ മനോഹരമായിട്ട് കുട്ടികൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അച്ഛൻ്റെ നിർദ്ദേശങ്ങളും നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും സഹകരണം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ നല്ലൊരു സിനിമ ഇറക്കാൻ സാധിച്ചു. നന്ദി. ഓക്കെ, താങ്ക് യു. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യമായി. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി, മഴയും മറന്നുപോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യമായി.
അപ്പോൾ നമ്മൾ നമ്മുടെ ബെൻഹിൽ സ്കൂളിലെ ചലനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം നമ്മുടെ ഇവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരും അതേപോലെ തന്നെ കുട്ടികളും അതേപോലെ തന്നെ ഇവിടുത്തെ പിന്നണി പ്രവർത്തിച്ച ഒരുപാട് പേരും കൂടി ചേർന്ന് ഒരു കൊച്ചു ഹെർസ് ചിത്രം, ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രമാണ്. വളരെ മനോഹരമായിട്ട് ചൂരൽമല അതേപോലെ തന്നെ മുണ്ടക്കയം ദുരിതം ഒക്കെ പറയുന്ന നല്ലൊരു ഷോർട്ട് ഫിലിമാണ് ഫെബ്രുവരി 1-ാം തീയതി റിലീസ് ചെയ്തിരിക്കുന്നത്. ഇത് കാണുന്ന ഈ ഇൻ്റർവ്യൂ കാണുന്ന പ്രേക്ഷകർ എന്തായാലും ചലനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കാണണം. ഇത് നമ്മുടെ മക്കളും അതേപോലെ തന്നെ അധ്യാപകരും കൂടി ചേർന്നതാണ്. ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ എല്ലാവരും ഈ ചലനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കാണും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ആബിദിനോടൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ട്രെയിനിൽ വെച്ച് വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ്യർ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.